തിങ്കളാഴ്ച വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രങ്ങളിൽ വൻ വോട്ട് ചോർച്ച ഉണ്ടെന്ന വിവരം രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഒരുപോലെ തിരിച്ചറിയുകയായിരുന്നു. LDFിന്റെ ശക്തി കേന്ദ്രമായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദ്യത്തെ 5 റൗണ്ടുകളിൽ പിന്നിലാക്കി UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് കുതിക്കുകയായിരുന്നു. 7ാം റൗണ്ടിലാണ് പിണറായി ആദ്യമായി ലീഡിലെത്തിയത്. 7ാം റൗണ്ട് മുതൽ മുന്നേറ്റം തുടർന്ന പിണറായി ഒടുവിൽ വിജയിച്ചെങ്കിലും അത് ഇതിനു മുമ്പ് അദ്ദേഹം നേടിയിരുന്ന ഭൂരിപക്ഷത്തിന്റെ അടുത്ത് എത്തുന്നതുമായിരുന്നില്ല. മട്ടന്നൂർ വിട്ട് പേരാവൂരിൽ ചേക്കേറിയത് KK ശൈലജയ്ക്കും പരിക്കേൽപ്പിച്ചു. അവിടെ സിറ്റിംഗ് MLA സണ്ണി ജോസഫിനോട് ശൈലജ തോറ്റു. മട്ടന്നൂരിലെ LDF സ്ഥാനാർത്ഥി VK സനോജിനാകട്ടെ കഴിഞ്ഞ കുറി KK ശൈലജ നേടിയ ഭൂരിപക്ഷത്തിന്റെ അയലത്തെത്താൻ പോലും സാധിച്ചുമില്ല. LDFിന്റെ കോട്ടയായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും കലഹിച്ച് പാർട്ടി വിട്ടുപോയി UDF പാളയത്തിലെത്തി സഹായം അഭ്യർത്ഥിച്ച് മത്സരിച്ച B കുഞ്ഞികൃഷ്ണനോടും TK ഗോവിന്ദനോടും തോറ്റത് CPMലെ ചില്ലറക്കാരല്ല. സിറ്റിംഗ് MLA TA മസൂദനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുമാണ്. LDFിനെ സംബന്ധിച്ച് കണ്ണൂരിൽ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളിയുടെ പരാജയവും താങ്ങാനാവുന്നതല്ല. തോൽപ്പിച്ചതാകട്ടെ TO മോഹനൻ എന്ന കന്നിക്കാരനും. എന്തുകൊണ്ടും ഇടതുപക്ഷം ഈ പരാജയം കണിശമായി വിലയിരുത്തി പഠിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.